ഷെഫാലിയുടെ ബാറ്റിംഗിനെ പ്രകീർത്തിച്ച് ഇന്ത്യൻ താരം സജ്ന സജീവൻ. കേരളത്തിൽ കൂട്ടുകാരുടെ വിജയം നേരിൽ കാണാനായതിൽ സന്തോഷം. വുമൺ പ്രീമിയർ ലീഗിലെ പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുമെന്നും സജ്ന പ്രതികരിച്ചു. കംബാക്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ടീമിൽ നിന്ന് പുറത്തുപോയിട്ട് തിരിച്ച് ടീമിലേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് അത് പ്രൂവ് ചെയ്തിട്ട് തന്നെ ഷഫാലി തിരിച്ചു വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഈ ഫോം ഷഫാലി തുടർന്നു കൊണ്ടുപോകും. ഒരു കാര്യം കൂടി, ദീപ്തി ശർമ്മ കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നില്ല, രേണുകയും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരുമാണ് 7 വിക്കറ്റ് ഷെയർ ചെയ്തത്. ദീപ്തി ആകട്ടെ വൺഡേയിലും 2020ലും 150 വിക്കറ്റ്സ് തികച്ചു. ദീപ്തി വേൾഡ് കപ്പിൽ എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദീപ്തിയുടെ പെർഫോമൻസിനെ കുറിച്ച് ദീപ്തി ടീമിൽ ഭയങ്കര ഒരു ഓൾറൗണ്ട് മികവ് കാണിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ദീപ്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവരെക്കാളും മുകളിൽ വരുന്ന ഒരു സാധനമാണ്. സോ ദീപ്തി ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. സോ ഇനിയും ദീപ്സ് ഓരോ വിക്കറ്റ് എടുക്കുമ്പോഴും ഓരോ ബാറ്റിംഗിൽ റൺസ് അടിക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. ക്യൂട്ട് ഗേൾ വൈഷ്ണവി ശർമ്മ പുതിയ താരമാണ്, നന്നായി പന്തറിയുന്നത്. അതായത് ബാറ്റ്സ്മാരെ എപ്പോഴും ഡിഫൻസീവിലേക്ക് കൊണ്ടുപോകുന്നൊരു ട്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. വൈഷ്ണവി അതെ, നല്ലൊരു എന്താ പറയുക, നമ്മുടെ പുതിയ യങ് ബ്ലഡുകൾക്ക് ഒരുപാട് അവസരം കിട്ടുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. എന്നാൽ മാത്രമേ അവർ എന്തിനാണ് ഇത്രയും കൊല്ലം കഷ്ടപ്പെടുന്നത്, ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ, അതൊക്കെ BCC അവർക്ക് അവസരം കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം തന്നെ അവസരം കൊടുത്താൽ മാത്രമേ വലിയ വലിയ ഗെയിമുകൾ വരുമ്പോൾ നമുക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയുള്ളൂ. സോ അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഈ നാട്ടുകാർക്ക് നടുവിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ? തീർച്ചയായിട്ടും ഒരു പ്ലെയർ എന്ന നിലയിൽ നമ്മളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബട്ട് ഇത്രയും നമ്മൾ വലിയ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല ഇന്ത്യൻ ടീം കളിച്ചതും WPL കളിച്ചതും. ബട്ട് ഒരു സീസൺ അല്ലെങ്കിൽ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് തളർന്നു പോകുന്നവരല്ല ആശ ചേച്ചിയും ഞാനും മുന്നും ഒക്കെ. സോ നെക്സ്റ്റ് WPL പെർഫോം ചെയ്ത് തിരിച്ചൊരു കംബാക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാവും.